എല്ലാവർക്കും നമസ്കാരം. സ്കൂളുകളിലേക്ക് ആവശ്യമായിട്ടുള്ള ഹാൻഡ് വാഷ് അതാത് സ്കൂളിൽ തന്നെ ശാസ്ത്രരംഗത്തിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടാക്കി അത് കുട്ടികളുടെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുവാൻ വേണ്ടി നമ്മുടെ സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു ഹാൻഡ് വാഷ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഒരു ലൈഫ് ബോയ് സോപ്പാണ്. 125 ഗ്രാമുള്ള ഒരു ലൈഫ് ബോയ് സോപ്പാണ്. ഇതിന് 30 രൂപ മാത്രമേ വിലയുള്ളൂ. ഗ്ലിസറിനാണ്, നമ്മുടെ മെഡിക്കൽ ഷോപ്പുകളിലെല്ലാം കിട്ടും. 15 ml മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇത് നമ്മുടെ സോപ്പ് ഗ്രേറ്റ് ചെയ്യാനുള്ള ഗ്രേറ്ററാണ്. നമുക്ക് ആദ്യം സോപ്പ് ഗ്രേറ്റ് ചെയ്ത് എടുക്കുക. നമുക്കിത് പെട്ടെന്ന് അലിയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്ത സോപ്പിന് നമ്മൾ ഉപയോഗിക്കുന്നത് 2.5 ലിറ്റർ വെള്ളമാണ്. 2.5 ലിറ്റർ വെള്ളം സ്റ്റവിൽ തിളയ്ക്കാനായിട്ട് വെച്ചേക്കാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ച സോപ്പ് അങ്ങോട്ട് ഇടുവാണ്. ഈ സോപ്പ് പൂർണ്ണമായും ഈ വെള്ളത്തിൽ അലിയണം. നല്ലോണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. 15 ml ഗ്ലിസറിൻ ഇതിലേക്ക് ആഡ് ചെയ്യാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കാം. ഈ ഹാൻഡ് വാഷ് സെറ്റ് ആകണമെങ്കിൽ 10 മണിക്കൂർ ഇത് നമ്മൾ വെച്ചിരിക്കണം. അടച്ചു വെച്ചിരിക്കുകയാണ്. 10 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് അടച്ചു വെച്ചു. ഇത് 10 മണിക്കൂർ വെച്ചതിന് ശേഷം സെറ്റായ ഹാൻഡ് വാഷാണ്. ഇനി ഇത് നല്ലവണ്ണം ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ ഉപയോഗിച്ച് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം കുട്ടികൾക്ക് കൊടുക്കുവാനായിട്ട് ഏത് കുപ്പിയാണോ ഉപയോഗിക്കുന്നത് ആ കുപ്പികളിലേക്ക് നിറച്ച് ഉപയോഗിക്കാവുന്ന. സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്ദേശം കുട്ടികളുടെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുക. അത് കുട്ടികൾ വീടുകളിലേക്കും പിന്നെ വീടുകളിൽ നിന്ന് സമൂഹത്തിലേക്കും ഇത് വ്യാപിക്കുക എന്നൊരു ഉദ്ദേശമാണ് ഉള്ളത്. സ്കൂൾ പ്രവേശനോത്സവം നടന്ന വേദിയിൽ വെച്ച് കുട്ടികൾക്ക് സമർപ്പിച്ചുകൊണ്ട് ശാസ്ത്രരംഗവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ച ഹാൻഡ് വാഷിൻ്റെ പ്രകാശനം നിർവഹിച്ചു.